നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൻ ഷംസീർ സ്പീക്കർ ആയതിനു ശേഷം അദ്ദേഹത്തെ ബഹുമാനിക്കാൻ പല മന്ത്രിമാർക്കും പ്രതിപക്ഷ MLA-മാർക്കും സഭയ്ക്കകത്തുള്ള MLA-മാർക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് പല ഘട്ടത്തിലും അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പീക്കർ പറയാണ് അങ്ങ് സംസാരിച്ചുകൊള്ളൂ എന്നൊക്കെ പറയുമ്പോഴും സ്പീക്കറിനെ ഒരു വിലയുമില്ലാതെ മന്ത്രിമാരടക്കമുള്ളവർ ഇറങ്ങി വന്ന് ഈ പ്രതിപക്ഷത്തെ നേരിടുന്ന സാഹചര്യം ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്പീക്കർ അതിന് ശുഭിതനായി ഈ ഭരണവംഗങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സഭയാകുമ്പോൾ പ്രതിഷേധം അത് സ്വാഭാവികമാണ്. പ്രതിഷേധത്തെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ മുന്നോട്ട് പോവുക, സംസാരിക്കുക എന്തായിരുന്നു ഒരു മന്ത്രിയുടെ കർത്തവ്യമെന്ന് ഇടയ്ക്കിടയ്ക്ക് സ്പീക്കർ സൂചിപ്പിച്ചത് മറ്റാരോടുമല്ല, ശിവൻകുട്ടിയോടാണ്, മന്ത്രി ശിവൻകുട്ടിയോടാണ്. അദ്ദേഹം സംസാരിക്കാനായി എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ശക്തമായ ഭാഷയിൽ എതിർക്കുകയും ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്തവ്യത്തിൽ നിന്ന് മാറി ഈ പ്രതിപക്ഷ അംഗങ്ങൾക്ക് മറുപടി പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവിടെ നോക്കി പറയുമെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഷംസീർ നമ്മുടെ സ്പീക്കർ ഇടപെട്ട് പറയുകയാണ്, മന്ത്രി താങ്കൾ തുടർന്നുകൊള്ളൂ, താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോഴും ഇത് മൈൻഡ് ചെയ്യുന്നില്ല നമ്മുടെ മന്ത്രി ശിവൻകുട്ടി. വീണ്ടും അദ്ദേഹം ഈ പ്രതിപക്ഷ അംഗങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ അംഗം പറഞ്ഞ കാര്യത്തിനെതിരെ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഷംസീർ MLA നമ്മുടെ സ്പീക്കർ ഇടപെട്ട് പറയുന്നുണ്ട്, താങ്കൾ തുടരൂ, കാര്യം തുടരൂ എന്ന് പറയുമ്പോഴും പറയുന്നുണ്ട്, സ്പീക്കർ ഞാൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല, ഇത് എല്ലാവരും കേൾക്കണ്ടേ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല, നീ ഒന്ന് അടങ്ങ്, അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നീ ഒന്ന് അവിടെ അടങ്ങിയിരി, ഞാൻ പറഞ്ഞോളാം എന്നുള്ള രീതിയിലായിരുന്നു ശിവൻകുട്ടിയുടെ ഒക്കെ തന്നെ മറുപടി. എന്തായാലും ഇന്ന് സഭയ്ക്കകത്ത് നടന്ന ചില രസകരമായ സംഭവ വികാസങ്ങളും എല്ലാം ഒന്ന് നമുക്ക് കാണാം. അങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതി, അങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതി, അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി പറ, അങ്ങോട്ട് നോക്കി പറ, അങ്ങോട്ട് നോക്കി പറ, അങ്ങോട്ട് നോക്കിയെന്ന്, അങ്ങോട്ട് നോക്കി പറ. ഗർഭചിത്രം നടത്തിയ വീരന്മാർ പോകൂ, ഗർഭചിത്രം നടത്തിയ വീരന്മാർ പോകൂ. യെസ് മിനിസ്റ്റർ, പ്ലീസ് മിനിസ്റ്റർ. സാർ പറയാം സാർ, ഇത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ, ഒന്ന് നിശബ്ദമായിക്കോട്ടെ. ഗർഭചിത്രം നടത്തിയ വീരന്മാർ പോകൂ. യെസ് മിനിസ്റ്റർ, പ്ലീസ് മിനിസ്റ്റർ. സീതി ഹാജിയെ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത്, സീതി ഹാജിയെ ഉദ്ദേശിച്ചായിരിക്കും മുദ്രാവാക്യം വിളിക്കുന്നത്, സീതി ഹാജിയെ ഉദ്ദേശിച്ചായിരിക്കും. സാർ, പ്രസ്തുത വിഷയത്തിൽ താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ രണ്ട് വിദ്യാലയങ്ങളും ലയിപ്പിക്കുകയാണെങ്കിൽ SPC ജൂനിയർ റെഡ് ക്രോസ്